ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. നമ്മുടെ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന കോഴഞ്ചേരി പാലത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ ഗ്രൗണ്ടൊക്കെ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പത്തനംതിട്ട വരുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്നപ്പോൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ ഇറങ്ങിയതാണ്. കുക്കിങ്ങിൻ്റെ ഒരു ഇൻട്രോയും കൂടെ പറഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ രീതിയിൽ കേരള സ്റ്റൈലിലുള്ള മിക്സ്ചർ. അല്പം എരിവൊക്കെയുള്ള മിക്സ്ചർ, അധികം എരിവില്ല, കുറച്ച് എരിവുള്ള മിക്സ്ചർ. അതപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ വീക്കെൻഡ്സിലാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഇടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി പ്ലാൻ ചെയ്തത്. അപ്പോൾ മിക്സ്ചറിനെ കുറിച്ച് അധികമായിട്ട് പറയാനൊന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രൈ ചെയ്തെടുക്കുക, അതുപോലെ തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക. അത് മാത്രമേ മിക്സ്ചറിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും, അതുപോലെ കറിവേപ്പിലയും പൊട്ടിത്തെറിക്കും. വെളുത്തുള്ളി ഫ്രൈ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അപ്പോൾ വെളുത്തുള്ളി എണ്ണയിലേക്ക് ഇട്ടിട്ട് നീങ്ങി നിൽക്കുക. വെളുത്തുള്ളി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അടുത്തേക്ക് വന്നാൽ മതി. അത്രയും സമയം മാറി നിൽക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും മിക്സ്ചറിൽ ശ്രദ്ധിക്കാനില്ല. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ പൊട്ടുകടല എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ വേണ്ടത് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, മുളക് പൊടി. ഇതിപ്പോൾ നമ്മുടെ മെഷറിംഗ് കപ്പിലാണ് ഞാൻ എല്ലാം അളന്നെടുത്തിരിക്കുന്നത്. 1 കപ്പ് പൊട്ടുകടല, കടലപ്പരിപ്പല്ല പൊട്ടുകടല എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാം. അതുപോലെ തന്നെ 1 കപ്പ് കപ്പലണ്ടി. ഇതിപ്പോൾ ഞാൻ 4 കപ്പ് കടലമാവിനാണ് ഈ 1 കപ്പ് വീതം അളവ് പറയുന്നത്. പിന്നെ കറിവേപ്പില എടുക്കുമ്പോൾ മിക്സ്ചറിൽ ധാരാളമായിട്ട് കറിവേപ്പില ചേർക്കണം, എങ്കിലേ ആ മിക്സ്ചർ കാണാനും ഭംഗിയുണ്ടാവുള്ളൂ. കറിവേപ്പിലയുടെ ടേസ്റ്റ് നമ്മുടെ മിക്സ്ചറിലേക്ക് പിടിച്ചാലേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ എരിവ് വ്യത്യാസം വരും. ഇത് കളറേ അധികം ഉണ്ടാവുള്ളൂ, ഒരുപാട് എരിവുള്ള റെസിപ്പി അല്ല. നല്ല എരിവുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരും. അതുപോലെ 4 കപ്പ് കടലമാവിന് നമ്മൾ 2 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞ കളർ മിക്സ്ചറിന് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ഇതുപോലെയുള്ള നാടൻ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 or 6 അല്ലി വെളുത്തുള്ളി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലമാവ്. അതുപോലെ തന്നെ മിക്സ്ചർ ഉണ്ടാക്കുന്ന നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ചില്ലുണ്ടല്ലോ, അത് ഇതുപോലെ കുറച്ച് വലിയ ഹോളുള്ളതായിരിക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളം വേണം, ഉപ്പ് വേണം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ വേണം. നമ്മൾ നാടൻ മിക്സ്ചർ ഉണ്ടാക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പൊടി കുഴയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം, എങ്കിലേ നമുക്ക് സോഫ്റ്റ് ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പൊടി കുഴയ്ക്കാനായിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, മുളക് പൊടി. പിന്നെ നിങ്ങൾക്ക് ഈ മിക്സ്ചറിൽ ഇപ്പോൾ നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് പച്ച കളർ നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ പച്ച കളർ, ഓറഞ്ച് കളറൊക്കെ കിട്ടാറില്ലേ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴയ്ക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നമ്മൾ ഗോതമ്പിൻ്റെ ഇടിയപ്പം ചെയ്തപ്പോൾ അതിൻ്റെ റെസിപ്പിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇടിയപ്പം പിഴിഞ്ഞ് കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിഴിയാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പരിഹാരം പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇടിയപ്പത്തിന് മാവ് കുഴച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇടില്ലേ, അപ്പോൾ ആ അച്ചിൽ കുറച്ച് എണ്ണ തടവാണെങ്കിൽ വേഗം തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അച്ചിലൊട്ടും പിടിക്കാതെ തന്നെ പിഴിഞ്ഞെടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ കുറേ ബലം പിടിച്ചാലും പിഴിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നത്. വെള്ളം കറക്റ്റ് അളവിലാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കടലമാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഉള്ളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ കുറച്ച് ബൂന്തിക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ ചില്ലിലും അതുപോലെ തന്നെ ഈ അച്ചിൻ്റെ ഉൾഭാഗത്തും
ഇവിടെയൊക്കെ കുറച്ച് എണ്ണ തടവിട്ടുണ്ട്. ഈ അച്ചിൻ്റെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ച് എണ്ണ തടവിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തടവുന്നത്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇടിയപ്പത്തിൻ്റെ ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഫില്ല് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ആദ്യമേ ഞാൻ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കില്ല. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് കോരി എടുക്കുന്ന ഏത് പാത്രത്തിലാണോ ആ പാത്രം അടുപ്പിച്ച് വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിന് സ്പീഡിലാണ് വറുത്ത് കോരുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത് കറിവേപ്പില ആദ്യം ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിവേപ്പില എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണയ്ക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് വറുക്കുമ്പോഴും എണ്ണയിൽ നിന്ന് ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് ആ എല്ലാ പൊട്ടുകടലയിലേക്കും കപ്പലണ്ടിയിലേക്കും എല്ലാത്തിലേക്കും ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കറിവേപ്പില എന്ന് പറഞ്ഞത്. അപ്പോൾ കറിവേപ്പില ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കറിവേപ്പില എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് വെള്ളം തുടച്ച് മാറ്റിയതിന് ശേഷം ഇടുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. പക്ഷെ ഞാൻ വെള്ളം നന്നായി തുടച്ച് മാറ്റിയതായിരുന്നു കറിവേപ്പിലയിൽ. പക്ഷെ ആ ഒരു ചെറിയ നനവുള്ളതുകൊണ്ട് പൊട്ടിത്തെറിച്ചതാണ്. ഇപ്പോൾ ഇതുണ്ടോ, കറിവേപ്പില ഒരു കിളിങ്ങുന്ന സൗണ്ട് ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു കിച്ചൺ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് ഓരോ ഇൻഗ്രീഡിയൻസും ഫ്രൈ ചെയ്തിടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഈ കിച്ചൺ പേപ്പർ വലിച്ചോളും. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പൊട്ടുകടലയ്ക്ക് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ ഇൻഗ്രീഡിയൻസും ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മിക്സ്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് മിക്സിങ് വളരെ ഈസിയാണ്. ഈ കിലുങ്ങുന്ന സൗണ്ടാണ് നമ്മൾ ചില ഇൻഗ്രീഡിയൻസിൻ്റെ കുക്കിംഗ് ടൈം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിനി പൊട്ടുകടലയും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയും മതി. ഞാനിതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി ചേർക്കാം. ഇനി ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുത്താം കേട്ടോ. കപ്പലണ്ടിയുടെയും പൊട്ടുകടലയുടെയൊക്കെ അളവ് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് ചേർക്കണമെങ്കിൽ കുറച്ച് ചേർക്കാം. അപ്പോൾ വേണ്ട, കപ്പലണ്ടി പൊട്ടിത്തുടങ്ങി. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും റെഡിയായി. ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ അങ്ങനെ തന്നെ ചേർക്കാം. തൊലി കളയാറില്ല സാധാരണ മിക്സ്ചറിൽ. നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തൊലിയോടുകൂടെ വെളുത്തുള്ളിയാണ് കിട്ടാറുള്ളത്. വെളുത്തുള്ളിയും ഒന്ന് കുക്കായി വരണം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി കുക്കായിട്ടുണ്ട്. ഇത് മതി, നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലേക്കൊക്കെ നന്നായിട്ട് എണ്ണ തെറിച്ചു. അപ്പോൾ ഞാനൊന്ന് കയ്യിൽ കുറച്ച് ബർണോളൊക്കെ പുരട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഫ്രൈ ചെയ്തെടുക്കാം. വറ്റൽമുളക് ഉടനെ തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ കളർ മാറിപ്പോവും. ഇത്രയും മതി. വറ്റൽമുളക് അല്ലെങ്കിൽ ബ്ലാക്ക് കളറാവും. അപ്പോൾ നമ്മുടെ മിക്സർ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ വറ്റൽമുളക് മുഴുവനായിട്ട് ചേർക്കരുത് കേട്ടോ എണ്ണയിലേക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റൽമുളകും പൊട്ടിത്തെറിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് സേവ് റെഡിയാക്കാം. നമ്മൾ നേരത്തെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് എടുത്തു വെച്ചില്ലേ മാവ് മിക്സ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് പിഴിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പർപ്പസിലാണ് ഞാനിപ്പോൾ ഉരുളി വെച്ചത്. ഈ ഉരുളി ആവുമ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയിലേക്കാണ് പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പരന്ന പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഒരേ സമയത്ത് തന്നെ കൂടുതൽ സേവ് പിഴിഞ്ഞ് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഇടുക. പിന്നെ കയ്യിലേക്ക് ആവി അടിച്ചിട്ട് കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഷേപ്പിലൊന്നും ആക്കിയിട്ടില്ല. സാധാരണ നമ്മൾ സേവ് പിഴിഞ്ഞെടുക്കുന്നത് റൗണ്ടിൽ ചുറ്റിയിട്ടാണ്. പിന്നെ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. പിഴിഞ്ഞിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ ഈ സേവിൻ്റെ കളർ അധികം മാറിപ്പോകുന്നതിന് മുന്നേ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇതങ്ങനെ എണ്ണ വലിക്കൊന്നുമില്ല കേട്ടോ അധികം. പക്ഷെ ഇത് നമ്മൾ വേറെ പ്ലേറ്റിലേക്കാണ് വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊടിച്ചെടുക്കണമല്ലോ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുക. ഇത് നമുക്ക് കുറച്ചായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ സേവ് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ ഞാൻ ആ
സേവിൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി, അതുപോലെ തന്നെ വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനാണ്. ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചൂട് എണ്ണയിലേക്ക് ഈ ബൂന്തി ഒഴിച്ചു കൊടുക്കുക. വെച്ചുണ്ടാക്കല്ലേ. അപ്പോൾ ഇത് ഞാനും കിച്ചൂസും കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ കിച്ചൂസ് പിടിച്ചോളും. ഇത് നല്ല ലൂസായിട്ടായിരിക്കണം ഈ ബൂന്തിയുടെ മിക്സ് ഉണ്ടാവേണ്ടത്, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ബൂന്തി ആയി വരില്ല, തിക്കായിട്ട് പിടിച്ച് നിൽക്കും. അത് നമുക്കിത് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ലഡുവിന് ബൂന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ബോൾസ് ആയിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് പരന്ന രീതിയിലാണ് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഡുവിന് ബൂന്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഒഴിച്ചത്. അപ്പോൾ അത് കുറച്ചുകൂടി ഡ്രോപ്പായിട്ട് വീഴാൻ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ ഈ രീതിയിലാണ് വീഴുന്നത്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് അടുത്ത ബാച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫ്രൈ ചെയ്തെടുത്തു. സേവ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടുകടല, കറിവേപ്പില, കപ്പലണ്ടി, വറ്റൽമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഞാൻ കപ്പലണ്ടിയിലേക്ക് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടുകടലയിലും കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ രണ്ടിലും ഉപ്പ് ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ ബൂന്തി. പിന്നെ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും വളരെ കുറച്ച് കായവും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇത് നമ്മൾ മിക്സ്ചർ റെഡി ആക്കി കഴിഞ്ഞിട്ട് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊരു വലിയ പാത്രം എടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് ആദ്യം ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ച് ചേർക്കണം. പൊടിച്ച് മീൻസ് നമ്മുടെ മിക്സ്ചറിൻ്റെ വലിപ്പത്തിൽ നമ്മളിങ്ങനെ കൈ ഉപയോഗിച്ച് പതുക്കെ പ്രസ് ചെയ്യാനുള്ളത് ചെറിയ പീസുകളായി വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ സേവിലും ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തുന്നേ ഉള്ളൂ. എല്ലാത്തിലും ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിൽ ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ ഫുഡ് കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുഡ് കളർ ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ സേവൊക്കെ ഇതുപോലെ ചെറുതാക്കി ചേർത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കുക. നമുക്ക് പൊട്ടുകടല, കറിവേപ്പില, അതുപോലെ നമ്മുടെ കപ്പലണ്ടി, ഇതിലേക്ക് നമ്മുടെ ബൂന്തിയും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ വീണ്ടും കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തുകൊണ്ടാണ് ചെറിയ കളർ ചേഞ്ച്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഈ പാത്രം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മിക്സ് ആയി വരും. നമുക്കിതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, ഇത് കുറച്ചായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ടോസ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കളറും വരും. അതുപോലെ നമ്മുടെ മുളക് പൊടി എല്ലാ ഭാഗത്തേക്കും ആവുകയും ചെയ്യും. വീണ്ടും ഞാൻ ഈ പൊടി ചേർക്കുകയാണ്. ഒന്ന് ടോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഈവനായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഹോം മെയ്ഡ് മിക്സ്ചർ റെഡി ആയി. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതിൻ്റെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. പിന്നെ ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അധികം സമയം വേണ്ട. നമ്മൾ ആ ഒരു സേവ് റെഡിയാക്കി എടുക്കുന്ന, പിഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്കിതിൽ കൂടുതലുള്ളൂ. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. കുട്ടികളാണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഹെൽത്തി ആണല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴോ ഇല്ലെങ്കിൽ അവർ സാറ്റർഡേ സൺഡേ വീക്കെൻഡിൽ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ കഴിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയ സ്നാക്സ് റെഡിയാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും മിക്സ്ചർ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. കഴിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, പിന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.